ഇമാമിങ്ങൾ പറയുന്നത് കാണാം, സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കാര് ഖബറിലെത്തിയാൽ അവർക്ക് ഖബറിൽ വല്ലാത്ത പ്രകാശമായിരിക്കും. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഒരു സ്ഥലത്തും ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്വലാത്ത് ചൊല്ലുന്നവരുടെ മക്കള് നന്നാകും, മക്കള് നന്നാവും, ഹൃദയം ശുദ്ധിയാകും, ഖബർ വെളിച്ചമുണ്ടാവും, സിറാത്ത് പാലത്തിൽ വെളിച്ചമുണ്ടാവും. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ആഖിറത്തിൽ വലിയ മഹത്വമായിരിക്കും. സ്വലാത്ത് ചൊല്ലുന്നവർ ആഖിറത്തിൽ എത്തുമ്പോൾ തന്നെ മുഖം ഇങ്ങനെ പ്രകാശിച്ചിട്ടുണ്ടാവും, അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം വരുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ സ്വലാത്തിന്റെ അഹലുകാരാവണം. ഡ്രൈവ് ചെയ്യുമ്പോഴും, ബൈക്ക് ഓടിക്കുമ്പോഴും, അടുക്കള പണി എടുക്കുമ്പോഴും, എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ ചുണ്ടിൽ ഇങ്ങനെ സ്വലാത്ത് ഉണ്ടാവണം. എങ്കിൽ വഴിയിലൂടെ പോകുന്ന അന്യപെണ്ണിനെ നോക്കാൻ നിനക്ക് തോന്നൂല. മൊബൈലിൽ മിന്നി മറയുന്ന ഹറാമുകളിൽ കണ്ണും നട്ടിരിക്കാൻ നിനക്ക് തോന്നൂല. സ്വലാത്തിന്റെ ബർക്കത്ത് റൗളയിൽ നിന്ന് നിനക്ക് കിട്ടും. തെറ്റ് ചെയ്യണമെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ അവിടുത്തെ പച്ചക്കുപ്പയെയോ ഓർമ്മ വന്നിട്ട് നിന്റെ മനസ്സ് ശുദ്ധിയാകും.